വീട്ടിൽ ഒരാൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമല്ലോ. അതേപോലെ മാറി മാറിയിട്ട് ഇന്ന് എൻ്റെ മോനും പനി കിട്ടിയിട്ടുണ്ട്. ഈ വൈറൽ ഫീവർ അത് വല്ലാത്തൊരു വള്ളി തന്നെയാണ് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിനുള്ളിൽ നമുക്ക് എത്രത്തോളം മാസ്ക് ഉപയോഗിക്കാൻ പറ്റും? ഒന്നാമത് ഞാനും അവനും കൂടെ എപ്പോഴും ഒരുമിച്ചായതുകൊണ്ടേ ഒരു പരിധിയിലപ്പുറം ശ്രദ്ധിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് അവനെ പോയിട്ട് ഡോക്ടറെ കാണിച്ചു വരാട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് സണ്ണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു മുഷിപ്പ് ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മളൊരു വഴിക്ക് ഇറങ്ങാൻ പോകുമ്പം ചീഞ്ഞ മഴ കാണുമ്പോഴത്തേനും മൂടാകെ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ പനിയുടെ തുടക്കമായതുകൊണ്ട് തന്നെ മോന് വലിയ ക്ഷീണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾ അത്യാവശ്യം എനർജറ്റിക് തന്നെയായിരുന്നു. പിന്നെ തുടക്കത്തിലേ നമ്മൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ ഒക്കെ എടുത്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു ഫേസ് അങ്ങോട്ട് കടന്നു പോയി. അല്ലെങ്കിലും വീട്ടിൽ മക്കൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് പറ്റിയ ഒരു ഡോക്ടറെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. മോൻ ജനിച്ച് ഇതുവരെ നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പം പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനായിട്ട് കാണിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എല്ലാ ഡോക്ടേഴ്സും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ചിലർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് അത്ര എഫക്റ്റീവ് ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ പോയിട്ട് ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നതിലും നല്ലത് നല്ല ഡോക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്തിട്ട് സിംഗിൾ വിസിറ്റിൽ തന്നെ ഇവരുടെ അസുഖം ക്യൂർ ആവുക എന്നുള്ളതാണല്ലോ. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ ജിമ്മിലേക്കാണ് പോയത് കേട്ടോ. ഇന്ന് അവനെ ഡേ കെയറിൽ വിടണ്ടെന്ന് വിചാരിച്ചു. കാർ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചു. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവൻ്റെയും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ.